ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, നമ്മളെല്ലാവരെയും കോമൺ ആയിട്ട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഈ തോറ്റു പോകുക എന്നുള്ളത്, അല്ലേ? പരീക്ഷയുടെ തോൽവി മാത്രമല്ല, നമ്മൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ പറ്റിയില്ല, നമ്മൾ തോറ്റു പോകാറുണ്ട് പലപ്പോഴും. ഇത് തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞു മനുഷ്യരെ നമ്മളെ തീർച്ചയായിട്ടും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒത്തിരി കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണെന്ന് അറിയോ? എന്തായാലും പരാജയങ്ങളും സങ്കടങ്ങളും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് വരും ഈ കുഞ്ഞു മനുഷ്യ ജീവിതത്തിൽ. അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം എന്താണ്? നമ്മൾ പരിശ്രമിച്ചിട്ടും വലിയൊരു പരാജയം വന്നു കഴിയുമ്പോൾ അത് നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്താറുണ്ട്. പഠിക്കാണ്ടിരുന്നു, പരീക്ഷ തോറ്റുപോയി, ഓക്കെ. പക്ഷെ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് അധ്വാനിച്ചു, പക്ഷെ റിസൾട്ട് ഫെയിലിയർ ആയിരുന്നു. നമ്മൾ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി പ്രയത്നിച്ചു, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തു, പക്ഷേ പരാജയം മാത്രമേ വരുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ പോലും ഇങ്ങനെ ആളുകളൊക്കെ ധ്യാനം കൂടാനൊക്കെ വരുമ്പോഴും വൺഡേ കൺവെൻഷനൊക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു സങ്കടമൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളും ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ എപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നന്നായിട്ട് അധ്വാനിച്ചു, നന്നായിട്ട് പരിശ്രമിച്ചു, പക്ഷേ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആയിട്ടില്ല എന്ന ഒരു വിഷമത്തിൽ പലരും വഴിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇന്ന് ഈ ടോക്ക് രാത്രി കേൾക്കുന്ന സമയത്ത്, ഈ സമയത്ത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പരാജയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇനി വേണ്ട, മതി എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, എന്തത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അച്ഛനും പരാജയപ്പെട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകളൊക്കെ വന്നപ്പോൾ ഞെട്ടിയിട്ടുണ്ട്. ദൈവമേ, ഇതെന്ത്, ഞാൻ കൈയും കെട്ടി നിൽക്കുമല്ലായിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് കർത്താവിനോടും പരാതിപ്പെട്ടിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു വ്യത്യാസം വേണമല്ലോ. നിങ്ങൾ നമുക്കതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ബൈബിളിൽ നിന്ന് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥമാണല്ലോ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ഒക്കെയുള്ള ഉത്തരം കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ടല്ലോ. വചനം ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ തോറ്റു നിൽക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാനും ഒന്നുകൂടെ ഒന്ന് അധ്വാനിക്കാനും, തോറ്റൊരു വിഷയത്തെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചു കയറാനും ഒന്നുകൂടെ ഒന്ന് അധ്വാനിക്കാൻ ഒരു പ്രചോദനം നൽകുന്ന ഒരു വചനമാണ്. പഴയ നിയമത്തിൽ പ്രൊവേർബ്സ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ ആ വചനഭാഗം ഒന്ന് എടുക്കാവോ? സുഭാഷിതങ്ങൾ 16 അതിൻ്റെ 3-ാമത്തെ വാക്യം. കേട്ടിട്ടുള്ള വചനമാണ്, ഒന്ന് അടയാളപ്പെടുത്തി ഇടുക. നോട്ട് ബുക്കിലൊക്കെ കുറിച്ചിടുന്ന ശീലം ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് കുറിച്ചിടുക, പഠിച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. സുഭാഷിതം 16-3 ഇങ്ങനെയാണ്: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമടിയും. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? പെട്ടെന്ന് ചിന്തിച്ച് പോകല്. ഇത് നേരത്തെ കേട്ടുള്ള വചനമാണല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ അത് കേട്ടെ: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമടിയും. ഈ വചനം നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും, നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോഴും, നിങ്ങളൊരു പുതിയ മിനിസ്ട്രി തുടങ്ങുമ്പോഴും, ഒരു പുതിയ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴും ഒക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കാം പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രയത്നം, എൻ്റെ പഠിത്തം, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആരോഗ്യം ഞാൻ ഈശോയിൽ അർപ്പിക്കുന്നു, എൻ്റെ പദ്ധതി ഫലമണിയും. ഈ ഒരു വിശ്വാസത്തോട് തന്നെ നമ്മൾ തുടങ്ങിയത്. തോറ്റുപോയിട്ടുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോറ്റുപോയി, അതെല്ലാം അവസാനിച്ചോ? നമ്മളൊന്ന് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചല്ല ഇവിടെ തീർന്നോ? ക്യാൻ വി നോട്ട് ട്രൈ അഗെയിൻ? ഈശോയുടെ കരം പിടിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ലേ? ഒന്നുകൂടെ ഒന്ന് പരിശ്രമിക്കാൻ പറ്റില്ലേ? ഒന്നും കൂടെ നിന്റെ പ്രയത്നം കർത്താവിൽ ഭരമേൽപ്പിച്ചിട്ട് ഒന്നുകൂടെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലേ? വീണ്ടും ഒന്ന് പരിശ്രമിക്കുന്നിടത്താണല്ലോ നമ്മുടെ വിജയത്തിന്റെ വാതിലുകളൊക്കെ തുറക്കുക. ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ തന്നെ 25-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുക: നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. നീതിമാൻ എന്ന് വെച്ചാൽ കർത്താവ് മുറുകെ പിടിക്കുന്നവൻ, കർത്താവിനെ മുറുകെ പിടിക്കുന്നവൻ, കർത്താവിനുള്ള ആരാധന കൊടുക്കുന്നവൻ, മനുഷ്യർക്കുള്ള സ്നേഹം കൊടുക്കുന്നവൻ. ഇങ്ങനെ ഉള്ള ഒരാളെ നമുക്ക് നീതിമാൻ എന്ന് വിളിക്കാം. ആ നീതിമാൻ 7 തവണ വീണാലും എഴുന്നേക്കുമെന്ന്. ആ നീതിമാന്റെ തിമാൻ അങ്ങ് കട്ട് ചെയ്തോ. നീ 7 തവണ വീണാലും എഴുന്നേക്കും. ഇത് ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക. ഞാൻ 7 തവണ വീണാലും എഴുന്നേക്കും. കാരണം എന്താണെന്നറിയോ? എഴുന്നേക്കാൻ ഈശോ പറയുകയാണ്. നിന്റെ പ്രയത്നം ഒന്നും കൂടെ ഈശോയിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമടിയും. തോറ്റുപോയി, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല, ഇറ്റ്സ് ഓക്കെ. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടിരുന്ന് ചിന്തിച്ച് കാര്യമല്ലോ. നമ്മളൊരു പുതിയ പാഠം പഠിച്ചു എന്നുള്ളതിൽ കർത്താവിന് നന്ദി പറഞ്ഞിട്ട് ലെറ്റ്സ് ട്രൈ അഗെയിൻ. വീണ്ടും പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് അനുഗ്രഹത്തിന്റെ വഴി തുറക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ നമ്മുടെ ഭൗതിക മേഖലയെ മാത്രമായിട്ട് നമ്മൾ അതിനെ കാണില്ല കേട്ടോ. നമ്മുടെ ആത്മീയ മേഖലയിലൊക്കെ നമ്മൾ നോക്കി ഒന്നുകൂടെ വിശുദ്ധി ജീവിക്കാൻ പറ്റണില്ല. പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചു, പറ്റുന്നില്ല. നോമ്പുകാലത്തൊക്കെ എടുത്ത തീരുമാനങ്ങളും ഒത്തുകൂടെ വിശുദ്ധിയിലൊക്കെ ജീവിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടാകാം. പക്ഷെ നോമ്പുകാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയും പഴയ പാപങ്ങളിലേക്കൊക്കെ വീണ് പോയിട്ടുണ്ടാകാം. എത്രയധികം ആഗ്രഹിച്ചിട്ടും ചില ധ്യാനങ്ങളൊക്കെ എടുത്ത തീരുമാനങ്ങൾ, വചനം വായിച്ചിട്ട് എടുത്ത തീരുമാനങ്ങൾ, കുമ്പസാരത്തിലെടുത്ത ചില പ്രോമിസുകൾ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. നീതിമാൻ 7 തവണ വീണാലും എഴുന്നേക്കും. പാപത്തിന്റെ കുഴിയിൽ പെട്ടുപോയിട്ടുണ്ടാകാം, സങ്കടത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം, ഇപ്പം നിരാശപ്പെട്ടിരിക്കുകയായിരിക്കാം, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ലാത്ത സമയമായിരിക്കാം, ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയങ്ങളായിരിക്കാം. ഷാൽ വി നോട്ട് ട്രൈ അഗെയിൻ? നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല, നിന്റെ പ്രയത്നം
കർത്താവിൽ അർപ്പിക്കുക. 7 തവണ തോറ്റ് കിടക്കുകയാണെങ്കിലും കുഞ്ഞെ, ഈ 8ാമത്തെ തവണ ഒറ്റ തവണയും കൂടെ ഈശോയിൽ ഒന്നുകൂടെ ആശ്രയം അർപ്പിക്കുക. ഫെയിലായി, തീർന്നു, ഇതല്ല നമ്മുടെ പാറ്റേൺ. ഫെയിലായി, നമ്മൾ വീണ്ടും ഈശോയെ ട്രസ്റ്റ് ചെയ്യുന്നു, വി ട്രൈ അഗൈൻ. ഇതാണ് ഈശോയുടെ കുഞ്ഞുങ്ങളുടെ പാറ്റേൺ. ഓക്കെ, ലോകത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ പാറ്റേൺ ഫെയിൽഡ്, ഫിനിഷ്ഡ്. ഈശോയുടെ കുഞ്ഞുങ്ങളുടെ പാറ്റേൺ ഫെയിൽ, ട്രൈ അഗൈൻ, ട്രസ്റ്റ് അഗൈൻ. കർത്താവിന് മുന്നേ കണ്ടുകൊണ്ട്, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വി ട്രസ്റ്റ്, വി ട്രൈ അഗൈൻ. നിന്റെ പ്രയത്നം കർത്താവിൽ ഏൽപ്പിക്കുക, ഫലമണിയും. ഫിലിപ്പി 4:13 പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ കഴിയും. നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈശോയുടെ കൃപ നൽകട്ടെ. ഇന്നത്തെ ഈ രാത്രിയിലെ ഈ ടോക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ആരെങ്കിലുമൊക്കെ വലിയ സങ്കടത്തിൽ, ഒരു പരാജയത്തിൽ ഇനി മതി എന്നൊക്കെ തോന്നി വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയില്ല, ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ അവരൊക്കെ പരാജയപ്പെട്ട് നിൽക്കുകയാണോ ഇല്ലെങ്കിൽ അതിൻ്റെ സങ്കടത്തിലാണെന്ന് അറിഞ്ഞുകൂടാ. മാക്സിമം ആളുകളിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുക. നമ്മളിത് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ ഒരാൾ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് അതൊരു ശക്തിയായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകരായിട്ട്, കർത്താവിൻ്റെ മാലാഖമാരായിട്ട് നമ്മളും മാറിയില്ലേ? അതിനുള്ളൊരു കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങളുടെ എന്ത് പ്രയത്നങ്ങളും ഇന്ന് രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. നാളെ ഒന്നും കൂടെ കർത്താവിൽ ആശ്രയിച്ച് നീ വീണ്ടും എഴുന്നേൽക്കുക. കർത്താവിൻ്റെ കൃപ നിന്നെ മുന്നോട്ട് നയിക്കട്ടെ. നമുക്കൊന്ന് ആശീർവാദം സ്വീകരിച്ചത് പൂർത്തിയാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.